നോയിസ് പൊല്യൂഷൻ ഇതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പണ്ടത്തെ നോക്കുമ്പോൾ അതിൻ്റെ സ്കെയില് 100-ൽ നിന്നും 20-ലേക്ക് അത്ര വരുത്ത് കുറഞ്ഞിട്ടുണ്ട്. 2016 ശേഷം വെടിക്കെട്ടിൻ്റെ തീവ്രത വല്ലാണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് വെറും അസംബന്ധമാണ്. മാത്രമല്ല, ഇവിടെ പൊട്ടിക്കുന്ന എല്ലാ വെടിക്കോപ്പും പെസോൻ്റെ ശിവകാശിയിലെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ എത്ര ഡെസിബൽസ് ആണെന്നും അതൊക്കെ രേഖപ്പെടുത്തിയിട്ടും അതനുസരിച്ചാണ് നമുക്ക് അതിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. അതല്ലാണ്ട് നമ്മൾ തോന്നിയ പോലെ തോന്നിയത് ഉണ്ടാക്കണതല്ല. അതായത് കോടതിയിൽ കക്ഷി ചേർന്നിരുന്നില്ലേ ശ്രീ രാജേഷ്? കോടതിയിൽ ദേവസ്വങ്ങൾ കക്ഷി ചേർന്നിരുന്നില്ലേ ഈ കേസിൽ? കക്ഷി ചേർന്നിരുന്നു. പക്ഷേ ഇന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ യാതൊരു വയലേഷനും ഇല്ലാത്ത കാരണം ഇത് തൽക്കാലം വേണ്ടാന്ന് വെക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്ക് വീണ്ടും പിന്നീട് സമീപിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വയലേഷൻ ഹാസ് നോട്ട് ബീൻ റിപ്പോർട്ടഡ്. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പാലിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂല പ്രകാരം ആണെങ്കിൽ 6 മണിക്ക് ശേഷമേ വെടിക്കെട്ട് നടത്താൻ പറ്റുകയുള്ളൂ. അത് അംഗീകരിക്കുമോ ദേവസ്വങ്ങൾ? അത് തെറ്റായ ഒരു പ്രചരണമാണ്. രാത്രി 10-ഉം കാലത്ത് 6-ന്റെ ഇടയിൽ ലൗഡ് സ്പീക്കറും മറ്റും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2007 ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഫെസ്റ്റിവിറ്റീസ് ക്യാൻ കണ്ടിന്യൂ ആസ് ദെയർ. അതായത് ആചാരപരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന എല്ലാ ഉത്സവങ്ങളും എങ്ങനെ നടന്നിരുന്നു അതേപോലെ നടത്താം എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി ഓർഡറുണ്ട്. അതനുസരിച്ചാണല്ലോ ഇത് എത്രയോ കാലങ്ങളായിട്ട് നടത്തുന്നു. അല്ലാണ്ട് പെട്ടെന്നൊരു ഓർഡറൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് രാത്രി പാടില്ല എന്ന് പറഞ്ഞിട്ട്.